വക്തത്വ ഭൂമി എന്ന് പറയുന്ന AI ഫിലിം ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് മലയാള സിനിമയുടെ ആദ്യത്തെ AI ഫിലിം. അതിൻ്റെ ക്രെഡിറ്റ് ഇപ്പോൾ വാലപ്പം ക്രിയേഷന് കിട്ടി. അതിലെ നായകനായിട്ടും ഞാനും നായികയായിട്ട് ഡോക്ടർ അനശ്വരയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാട്ടാവാനായിട്ട് അതിൻ്റെ സിനിമയുടെ ഭാഗമായിട്ട് വരാനൊക്കെ ആയിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അങ്ങനെ അൻഷു എന്ത് പറയണു, മൂന്നാമത്തെ സിനിമയാണ് ഈ ഒരു ബാനറിൽ അല്ലേ? ഈ ടീമിന്റെ കൂടെ ഒരുപാട് സന്തോഷമുണ്ട്. സോ ഇതിലും അവർക്ക് നമ്മൾ പ്രീവിയസ് മൂവീസ് കുറേ അവാർഡ്സ് ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇതും അങ്ങനെ സോഷ്യലി റെക്കഗ്നൈസ്ഡ് ആയ ഒരു മൂവി ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ സാർ എന്നും ഈ വാലപ്പൻ ക്രിയേഷൻസ് ഒരു വ്യത്യസ്തമായിട്ട് സിനിമകൾ മാത്രം ചെയ്യുന്നതാണ്, ഒരു സേഫ് സോണിൽ പോകാതെ. അതെ, സേഫ് സൈഡ് ഉണ്ട്. എന്നിരുന്നാലും അധികം ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. മീൻസ് ഇപ്പം മറ്റുള്ള സിനിമ കമഴ്ചപ്പടം ചെയ്യുന്ന പോലുള്ള ലാഭങ്ങളോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇവരായാലും അങ്ങനെ ലാഭം കണ്ടിട്ടല്ല, ഇവർക്ക് അതിനോടൊരു താല്പര്യമുള്ളതുകൊണ്ടാണ് ആ ജോലിനെ മാറ്റി വെച്ചിട്ട് ഇവിടെ വരുന്നത്. അതിൽ ഞങ്ങൾ ഭയങ്കര അത്ഭുതം തന്നെ തോന്നി. ഞങ്ങളിപ്പോൾ ഈ ഡോക്ടർക്ക് ഇന്ന് നല്ല ഡ്യൂട്ടി ഉള്ള ദിവസമായിരുന്നു. ബാംഗ്ലൂർ തിരക്കേറിയ ഡോക്ടറാണ്. അതെ, അത് യാഥാർത്ഥ്യമാണ്. എന്നിട്ട് പോലും ഇതിനോടുള്ള ഇതുകൊണ്ട് കാലത്തുള്ള പ്ലേറ്റിന് വന്ന് ഇപ്പൊ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുള്ളതുകൊണ്ടാണ് കാര്യങ്ങൾ എളുപ്പം തീർക്കണത്. അപ്പൊ ഇനി തുടർന്നും ഇതുപോലെ വ്യത്യസ്തമായിട്ട് സിനിമകൾ എക്സ്പെക്ട് ചെയ്യാം. ഈ വർഷം തന്നെ അല്ലേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ടീം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത്തിരി വൈകിയായാലും സാമ്പത്തികത്തിൻ്റെ ഒരു ഘടകമായതുകൊണ്ട് അതിൻ്റെ ഇത് അനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് നീളം എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സാറിന്റെ ബിസിനസ് ഉണ്ട്, വിദേശത്ത് ബിസിനസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ബിസിനസ്സിനെയൊക്കെ ബാധിക്കാത്ത രീതിയിൽ സിനിമകൾ കൊണ്ടുപോകാൻ സാറിന് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇതൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ ഇല്ലെങ്കിൽ പാളിപ്പോവും, ഒരു നിർമ്മാതാവിന്റെ ശ്രദ്ധ ഇല്ലെങ്കിൽ പാളിപ്പോവും. അതെങ്ങനെയാണ് അപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, ചിലവർക്ക് പന്ത് കളിക്കാൻ താല്പര്യമുണ്ടാവും, ചിലവർക്ക് പാടാനായിട്ട് താല്പര്യമുണ്ടാവും. എന്നപോലെ നമുക്ക് പല കാര്യങ്ങളിലും നല്ല താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് സമയം കണ്ടെത്താന്ന് പറഞ്ഞാൽ ഇത്ര തിരക്കുണ്ടായിരുന്നു സാധിക്കും. ഇപ്പോൾ ഡോക്ടർ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത്ര തിരക്കും ഇന്ന് ഒരുപാട് അപ്പോയിൻമെൻറ്റ്സ് ഉള്ള ആള് അതിനെ മാറ്റി വെച്ച് വേറൊരാളെ ആൾട്ടർനേറ്റീവ് കണ്ടെത്തി ഇന്ന് ഈ പരിപാടിക്കായിട്ട് പങ്കെടുത്തു. അപ്പം അത് ഇതിനോടുള്ള താല്പര്യമാണ്, നമ്മുടെ താല്പര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ഇത് ചെയ്യുന്നത്. വൈകിപ്പോയി അപ്പോൾ ഇങ്ങനെ വരാനായിട്ട് സിനിമയിലേക്ക്? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എൻ്റെ സിറ്റുവേഷൻ, എൻ്റെ അപ്പച്ചന് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. നല്ല പടം കിട്ടും, സംഭവം പഠിച്ചില്ലെങ്കിൽ വലിയ പഠിപ്പിസ്റ്റായിട്ടല്ല, ബുക്ക് തുറന്നിരിക്കണം. അപ്പോൾ ആ രീതിയിലായിരുന്ന സമയത്ത് അങ്ങനെ പോകാൻ പറ്റും. പിന്നെ സ്വന്തം കാലിൽ നിന്നാൽ പിന്നെ സേഫായിട്ട്, അതായത് മീൻസ് ഇപ്പോൾ ഫാമിലിയുടെ നല്ല സപ്പോർട്ടുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഫാമിലി, ലിൻസി മക്കളും നല്ല സപ്പോർട്ടാണ്. അവരും പിന്നെ ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. ലിൻസി മാനേജിങ് ഡയറക്ടറാണ് ഇതിൻ്റെയൊക്കെ. പിന്നെ അവൾ കഴിഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്, മക്കളും അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സന്തോഷമായിട്ട് കാണണം. അല്ലാതെ ഇതൊരു റിസ്കി ഫാക്ടറായിട്ടൊന്നും കാണരുത്. നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും സന്തോഷത്തോടുകൂടി നമുക്കൊരു ഹാപ്പിനെസ് തരുന്നുണ്ടെങ്കിലേ നടക്കുള്ളൂ. അതല്ലെങ്കിൽ അത് നടക്കില്ല. കാരണം റിസ്ക് ആയിട്ട് എന്തിനെ കൊണ്ട് പോകുന്നത്, അത് നമുക്ക് മാനസിക സന്തോഷം കൂടിയും കിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിലല്ല, നമുക്കൊരു സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ അനശ്വരനെ തന്നെ തുടർന്നും സിനിമകളിൽ കാസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്താണ്? അല്ല, അവർ സിനിമേനെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. പിന്നെ അത് തന്നെയല്ല, അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഞങ്ങൾക്കുണ്ട്. സാധാരണ ഇന്നിപ്പോൾ ഒരു സിനിമ നടി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചുരുങ്ങിയത് ഒരു വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ട ഒരു വരില്ല, പുതുമുഖമായാലും വരില്ല. അല്ലെങ്കിൽ ഒരു പടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോട്ടെ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ താറായി, പിന്നീട് അങ്ങനെ വരില്ല. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവർ ഈ ടീമിനെ തന്നെ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ സിനിമയോടും താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ടീമിൽ തന്നെ സിനിമയോട് താല്പര്യമുള്ള ആൾക്കാരാണ് കൂടുതൽ. അതാണ്. പിന്നെ അതിനകത്തൊരു കുടുംബം പോലെയാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ ആ ഒരു താല്പര്യം എനിക്കും ഇഷ്ടമായി, ഞാനങ്ങനെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ പിന്നെ നല്ലൊരു ടീം വർക്ക് കിട്ടിയപ്പോൾ അത് മുന്നോട്ട് പോകുന്നു. പലരും സിനിമ ആയിട്ട് വരാറുണ്ട്, പുതിയ കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട്, പല ചെറിയ ബഡ്ജറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ അങ്ങനെ എൻ്റർടൈൻ ചെയ്യാൻ താല്പര്യമില്ല. കാരണം നമുക്ക് അവരുദ്ദേശിക്കുന്ന കോടികളിട്ട് ഉള്ള കഥകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. അവർ സത്യത്തിൽ ഈ വരുന്ന പല ആൾക്കാർക്കും കോടി എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് സത്യം. ഞാൻ അതാണ് മനസ്സിലാക്കിയത്. അവർ വെറുതെ ഇപ്പോൾ മോഹൻലാൽ പടം 200 CR, മമ്മൂട്ടി പടം 150 CR,
എന്ന് പറയുന്ന ഒരു രൂപത്തിൽ. പക്ഷെ അവൻ ഒരു 100,000 റുപ്പി പോലും കറക്റ്റായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആരും കുറ്റം പറയണതല്ല. പക്ഷെ ഈ കോടികളുടെ കഥ മാത്രം പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയിട്ട് സിനിമ കേൾക്കാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ അവർ ചീത്ത പറയും, ഇയാളെന്ത് പ്രൊഡ്യൂസർ എന്ത്. പക്ഷെ നമ്മുടെ മനസ്സിലാഗ്രഹം അതല്ല. കുറേ കാശ് ഉണ്ടാക്കലല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറേ പൈസ ഉണ്ടാക്കലല്ല നമ്മളുടെ ആഗ്രഹം. പൈസ ഇപ്പം എൻ്റെ മെയിൻ എന്ന് പറയുന്നത് എൻ്റെ ബിസിനസ്സാണ്. അതിനകത്ത് ഞാൻ ആവശ്യത്തിന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അധ്വാനിക്കുന്ന വേർപ്പിൻ്റെ ഒരു പൈസ നമ്മുടേതായ ഒരു താല്പര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കണം. ഇപ്പോൾ ഡോക്ടറായാലും ഉപയോഗിക്കുന്നുണ്ടല്ലോ.